പേരൻസിൻ്റെ അറിവില്ലായ്മ സോഷ്യൽ ഇൻസെക്യൂരിറ്റിയാണ് ഒരുപാട് രാജ്യത്ത് കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്. സോ എനിക്ക് വന്നൊരു മെസ്സേജിൻ്റെ അകത്തുള്ളതാണ്, ഈ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജോബ് കയറി വന്നതാണ്. പുള്ളിക്കാരൻ നാട്ടിൽ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പേരൻസ് നിർബന്ധിച്ച് ജർമ്മനിയിൽ പറഞ്ഞു വിട്ടതാണ് ഇവിടെ ഒരു ജോബ് കിട്ടി സെറ്റിൽ ആവാൻ വേണ്ടി. പക്ഷെ നാട്ടിൽ ജോബ് അല്ലെങ്കിൽ ദുബായിൽ ജോബ് ഉള്ളവരെയൊക്കെ എന്തിനാണ് ഈ ഉന്തിത്തള്ളി പ്രഷർ ചെയ്ത് യൂറോപ്യൻ യൂണിയനിൽ വിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പോയി അല്ലെങ്കിൽ കസിൻസിൻ്റെ മക്കൾ പോയി നമുക്ക് വിലയില്ല, അല്ലെങ്കിൽ പെണ്ണ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി കുറവാണ് വേറെ രാജ്യത്ത്. ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ ജർമ്മനി പോലൊരു രാജ്യത്ത് വരുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ജർമ്മൻ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ജോബ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. ഒരു 0.51% മാത്രമേ ചാൻസ് ഉള്ളൂ ഒരു ജോബ് കിട്ടാനായിട്ട്. ഒരുപാട് പേര് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ തന്നെ വന്ന് 1.5 വർഷത്തെ മാസ്റ്റേഴ്സ് 3 വർഷം കൊണ്ട് പഠിച്ച് അതിനുശേഷം 1.5 വർഷം സ്റ്റേ ബാക്കിൽ നിന്നതിന് ശേഷം പോലും ഇവിടെ ജോബ് കിട്ടാതെ പിള്ളേർ നാട്ടിലോട്ട് തിരിച്ചു വേണം. ആ സമയത്താണ് ഒരു ജോബും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കാതെ ഏജൻസീസോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ സ്ട്രെസ് മൂലം ലോണും എടുത്ത് ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ പാർട്ട് ടൈം കിട്ടാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാർട്ട് ടൈം കിട്ടുന്നില്ല, ജോബ് കിട്ടുന്നില്ല, റെൻ്റ് എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. ഒരുപാട് സ്ട്രെസ് എടുത്ത് ഇവിടെ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പോകുന്നു. വേറൊരാൾക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റണമെന്ന് യാതൊരു വിധത്തിലും നിർബന്ധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും മുന്നോട്ടുള്ളത്. അപ്പോൾ വേറൊരാൾക്ക് സഹായിക്കാനേ പറ്റത്തില്ല. പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഈ പുള്ളിക്കാരനോട് പറഞ്ഞിരിക്കുന്നത് കെയർ ഹോമിൽ എന്തെങ്കിലും കയറാനായിട്ട്. ഇവിടെ കെയർ ഹോമിൽ കയറാനുള്ള മിനിമം ക്രൈറ്റീരിയ എന്താണ്? മിനിമം ജർമ്മൻ ലാംഗ്വേജ് ലെവൽ എന്താണ്? എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഏജ് എന്താണ്? ഒന്നും അറിയാതെ ചുമ്മാ അങ്ങ് പറയുകയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പം എല്ലാവരുടെയും വിചാരം ഇപ്പം UK കെയർ ഹോമിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോയവർ കയറിയവർ, എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട്. MTech MBA പഠിക്കാൻ പോയവർ UK കെയർ ഹോമിൽ കയറും. അതുപോലെ ജർമ്മനിയിൽ ഇതുവരെ കയറാൻ പറ്റത്തില്ല. ഇപ്പം ഒരിക്കലും കയറാൻ പറ്റത്തില്ലെന്നല്ല. ഒന്നെങ്കിൽ നമുക്ക് അതിൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അല്ലാതെ ചുമ്മാ അങ്ങ് കെയർ ഹോമിൻ്റെ വാതിക്ക് പോന്നിട്ട് ഞങ്ങൾ നാളെ തൊട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ പേഷ്യൻസിനെ സഹായിക്കാം, നിങ്ങളുടെ പേഷ്യൻസിനെ കുളിപ്പിക്കാൻ നനപ്പിക്കുക, ഈ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർക്കും ജോബൊന്നും കിട്ടത്തില്ല. ഇതിന് അതിൻ്റെതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങളെ പേരൻസ് അത് മനസ്സിലാക്കണം. മിനിമം വേണ്ടത് ജർമ്മൻ ലാംഗ്വേജാണ്. ബാക്കി എക്സ്പീരിയൻസ് നമുക്ക് എന്തേലും പറയാം. പക്ഷേ അങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ജോബും എന്തേലും ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നാട്ടിൽ എന്തേലും ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് എങ്കിലും കാണിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ നാട്ടിലെ പോലെ UK പോലെയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കാണുന്ന പോലെയോ ഇവിടെ പോയാൽ കെയർ ഹോമിൽ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് ഭയങ്കര തെറ്റാണ്. പേരൻസിൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. പിന്നെ പേരൻസ് ഏജൻസിക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നു. ഏജൻസിക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് അറിയാം. പിന്നെ അവർ കാണിക്കുന്ന എക്സാമ്പിളുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ജോലി കിട്ടിക്കാണും, സെറ്റിലായി കാണും. അതുകൊണ്ടായിരിക്കും പേരൻസ് കൺവിൻസ് ആവുന്നത്. നമുക്ക് മടിയാവുന്ന പിന്നെ നമ്മൾ നമ്മുടേതായ രീതി കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഒരു CV അയക്കുന്ന സമയത്ത് നമ്മുടെ CV അവിടെ കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം കടമ്പകൾ കിടക്കണം, നമുക്ക് ആ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് എന്തുമാത്രം സ്കിൽസ് ഡിഫറൻസ് ഉണ്ടെന്ന് ആലോചിക്കണം. നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 വർഷത്തേക്കാണ് വരണം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയത്തില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടണേ തന്നെ ചിലപ്പോൾ നിങ്ങൾ 3-4 മാസം അയക്കണം. ഭയങ്കര ഭാഗ്യമുള്ളവരാണ് 1 മാസം കൊണ്ട് കിട്ടും. ഒരു ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ 7 മാസം 8 മാസം കൊണ്ട് കിട്ടും. ഇപ്പം ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നവർ തിരിച്ച് നാട്ടിൽ പോകാൻ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോയെന്ന് ഇവരാരും ഒരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി കൂടെ പറയത്തില്ല. ഇവർ നാട്ടിൽ ചെന്നാലും ഇവർ പറയും ഒന്നേ ജോബ് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് ആ കൺട്രി ശരിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഡയലോഗാണ് എൻ്റെ പേരൻസിനെ നോക്കണം. ചിലവർക്ക് സത്യമാണ്, ചിലവർക്ക് അത് സത്യമല്ല. പിന്നെ ചിലവർ പറയും മെഡിക്കൽ സിസ്റ്റം ശരിയല്ലെന്ന്. എല്ലാ രാജ്യത്തും ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഫേസ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. പക്ഷെ പേരൻസിൻ്റെ വിചാരം ഇവർ പോയി നിങ്ങൾ കയറിപ്പോയി, നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും. നമ്മൾ അങ്ങനെ അല്ല. എനിക്ക് വേറെ രാജ്യത്തിൻ്റെ കാര്യം അത്ര ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ജർമ്മനിയിൽ നമുക്ക് ജർമ്മൻ സ്കില്ല് വേണം. നമുക്ക് അല്ലാതെ ഇവർ എന്ത് ഡൊമൈനിലാണോ നോക്കുന്നത് ആ ഡൊമൈനിൽ അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ആൻഡ് സ്കിൽസ് നമ്മൾ മീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടവരെ കാട്ടിലും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് എക്സ്ട്രാ ആയിട്ട് അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് വേണം. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജോബ് കിട്ടത്തുള്ളൂ. സോഷ്യൽ ഇൻസെക്യൂരിറ്റി മൂലം ഇല്ലാത്ത പൈസ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കടവും മേടിച്ച് ലോണും എടുത്ത് പിള്ളേരെ അയച്ചിട്ട് പിള്ളേരെ പിന്നെ നിങ്ങൾ ലോൺ തീർക്കാതെ വരരുത് എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ജോബിന് എവിടെ പോകും? ഇതൊക്കെ വലിയൊരു ചോദ്യമാണ്.
പേരൻസ് ആണ് പിള്ളേരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരൻസ് വളരെ നല്ല രീതിയിലാണ് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേരൻസ് അവരുടെ പ്രഷർ കൊണ്ടാണ് മറ്റുള്ളവർ വന്നത്. ഈ പേരൻസ് സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കണം. അവർക്ക് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, അവരെന്ത് മാത്രം പഠിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിലെ ചിലർ ഞങ്ങൾക്ക് സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ട് പഠിച്ചത്. സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പഠിച്ചതന്നെ. നിങ്ങൾ ആ പഠിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയിരുന്നു. അതോ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാകാൻ പറ്റിയിട്ടുണ്ടോ എന്നും കൂടെയൊക്കെ നിങ്ങളും തിങ്ക് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അല്ലാതെ മറ്റൊരാളുടെ അടുത്ത് നിന്നിട്ട് അവൻ ചെയ്തു ഇവൻ ചെയ്തു അതുകൊണ്ട് നീ ചെയ്യണം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു അതുകൊണ്ട് നീ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അന്തസ്സുണ്ട്. ഇതൊന്നും ചെയ്യാതെ അവൻ ചെയ്തു അതുകൊണ്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞ് വേറൊരാളായിട്ട് പ്രഷർ ചെയ്യിക്കാതിരിക്കുക. അതൊരു ഹ്യൂമൻ ബീങ് ആണ്. നിങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആൾക്കാരേ അല്ല അവരും. അതൊന്നും മനസ്സിലാക്കി പെരുമാറുക. പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നവരാണെങ്കിലും നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയാം. അതിപ്പോൾ ഏജൻസിയോടാണെങ്കിലും പേരൻസിനോടാണെങ്കിലും ഇല്ല എന്നുള്ള കാര്യം വേണ്ട എന്ന് മുഖത്ത് നോക്കി പറയാനുള്ളൊരു ഇത് വേണം. നിങ്ങൾക്ക് നാട്ടിലൊരു ജോബ് കിട്ടും, ദുബായിലൊരു നല്ല ജോബ് ഉണ്ട്, പക്ഷേ ദുബായിൽ നിന്ന് ഉദ്ദേശിച്ച് GCC കൺട്രിയിൽ ഒരു ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇവിടുത്തെ എക്കണോമി ഇപ്പോൾ ഭയങ്കര ലോ ആണ്. ഇത് കയറി വരുമ്പം നിങ്ങൾ കയറി വരിക. വേറെ ഒന്നും അല്ലല്ലോ. നിങ്ങൾ വേറൊരു രാജ്യത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാനല്ല നോക്കുന്നത്. വെച്ചാൽ നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് 25,000 രൂപ കൊണ്ട് ജീവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. കാരണം നിങ്ങൾക്ക് സ്വന്തം വീടുണ്ട്, സ്വന്തം വണ്ടിയുണ്ട്, വീട്ടിൽ അത്യാവശ്യം വീട്ടുകാർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ഓക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു GCC കൺട്രി പോകുന്നത് നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ജർമ്മനി പോലുള്ള യൂറോപ്യൻ കൺട്രി വന്ന് ലാംഗ്വേജ് ഇല്ല, ജോബില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉള്ള കടത്തിൽ നിന്ന് അവർ വീണ്ടും വലിയൊരു കടക്കുഴിയിലോട്ടാണ് പോകുന്നത്. സോ നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഒരിക്കലും വരരുതും, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നല്ല, നമ്മൾ വരണം. പക്ഷെ വരുന്ന സമയത്ത് നമ്മുടെ സ്കിൽസ് ആൻഡ് സെക്യൂരിറ്റി നോക്കി വേണം വരാൻ. അല്ലാതെ പേരൻസിൻ്റെ നിർബന്ധത്തിനല്ല വരേണ്ടത്. ഇപ്പം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ചൂസ്.